ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തന്റെ ഇഹ്യാ ഉലൂമിദ്ദീനിൽ ജനങ്ങളുടെ മാനസികാവസ്ഥ 3 രീതിയിലാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ഞാനും നിങ്ങളും ഈ 3-ൽ ഏതെങ്കിലും ഒരു വിഭാഗമായിരിക്കും. ബഹുമാനപ്പെട്ടവര് പറയുന്നു അൽ മുൻഹമിഖൂൻ. ഒന്നാമത്തെ വിഭാഗം അൽ മുൻഹമിക് ആയിരിക്കും. ഐഹികമായ ജീവിതത്തോട് താല്പര്യമുണ്ടായി ദുനിയാവല്ലാത്ത മറ്റൊരു ചിന്തയുമില്ലാത്ത ആളുകളായിരിക്കും ദുനിയാവിലെ ഒരു വിഭാഗം. മനുഷ്യർക്കിടയിലെ ഒരു വിഭാഗം അവർ മരിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കില്ല. അതിനുശേഷമുള്ള ഖബറോ മഹ്ശറയോ സ്വർഗമോ നരകമോ ഒന്നും അവർക്ക് ബേജാറുണ്ടാവില്ല. ഇനി അഥവാ മരണത്തെക്കുറിച്ച് അവർക്ക് ഓർമ്മ വന്നാൽ, അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് അവർക്ക് ഓർമ്മ വന്നാൽ, അവർ കരുതുന്നത് ഐഹിക ലോകത്തെ എന്റെ സുഖവും സന്തോഷവും അതിലൂടെ നഷ്ടപ്പെടുകയാണല്ലോ എന്നതാണ്. നമ്മൾ അങ്ങനെ ആവരുത്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. രണ്ടാമത്തെ വിഭാഗം അത്തായിബ്. അവർക്ക് മരിക്കുമെന്നറിയാം, അവർക്ക് നരകമുണ്ടെന്നറിയാം, സ്വർഗമുണ്ടെന്നറിയാം. അതിനുവേണ്ടി അവർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വലിയ പേടിയാണ് മരിക്കാൻ, വലിയ ബേജാറാണ് അവർക്ക് പരലോകം പോകാൻ. എന്തുകൊണ്ടെന്നാൽ അവര് വിചാരിക്കുന്നു, റബ്ബേ ഞാൻ രക്ഷപ്പെട്ടയാളാകുമോ, ഞാൻ മോചിതനായ ആളാകുമോ, നിന്റെ മുമ്പിൽ ഞാൻ കുടുങ്ങിപ്പോകുമോ, ഞാൻ നരകാവകാശിയായി പോകുമോ, തൗബയില്ലാതെ ഞാൻ നിന്നെ കാണേണ്ടി വരുമോ എന്ന് പേടിക്കുകയും അങ്ങനെ അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്കവർ കീഴ്പ്പെടുകയും ചെയ്യും. അങ്ങനെ പേടിച്ചുകൊണ്ട് നരകമരണത്തെ പുൽകുന്നവരാണ് അത്തായിബെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി മൂന്നാമത് മറ്റൊരു വിഭാഗമുണ്ട്, അൽ ആരിഫ്. അവർക്ക് മരണമറിയാം, അവർക്ക് ഖബററിയാം, അവർക്കവിടെയുള്ള കാര്യങ്ങൾ അറിയാം. തന്നെയുമല്ല, അവരുടെ അമലുകൾ കൊണ്ടവർ പൂർണ്ണമായും സമാധാന ചിത്തരുമാണ്. പരിപൂർണമായും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ എല്ലാ ലോകങ്ങളെയും സംബന്ധിച്ചവർ അറിയുകയും ജീവിതം ഇബാദത്തിന് വേണ്ടി കഴിഞ്ഞുകൂടുകയും ചെയ്ത, അങ്ങനെ ജീവിതം സമർപ്പിച്ച വിഭാഗമാണ് അൽ ആരിഫ്. അവരുടെ നേതാവാരെന്നറിയണോ നിങ്ങൾക്ക്? അങ്ങനെ ലോകത്തെ കണ്ട, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുക മാത്രമല്ല, ആ സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുന്ന ആരിഫീങ്ങളുടെ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിലാ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്, ചോദ്യം ചെയ്യുന്ന കാലഘട്ടമാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരിക്കൽ വന്ന എഴുത്തിന്റെ ഹെഡിങ് എന്തായിരുന്നുവെന്നറിയോ? നരകത്തിലെ ചൂടും സ്വർഗത്തിലെ തണുപ്പും എന്നതായിരുന്നു. നിങ്ങളുടെ കോഴിക്കോട്ടുകാരിയായ ഒരു മുസ്ലിം നാമധാരിയായ എഴുത്തുകാരിയാണ് അത്തരം എഴുത്തുകൾക്ക് നേതൃത്വം നൽകാറുള്ളത്. യുക്തിചിന്തകൾ അല്ലാഹുവിന്റെ പാരത്രികമായ ലോകത്തെ രക്ഷയെയും ശിക്ഷയെയും പരാമർശിക്കുകയാണ്, അതിനെ പരിഹസിക്കുകയാണ്. മുസ്ലിം നാമധാരികളായ യുക്തിവാദികളിലൂടെ നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയുന്നത്. ഇന്റർനെറ്റിന്റെ ലോകത്ത് ഫേസ്ബുക്കുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ പലപ്പോഴും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാര് ഇത്തരം കാര്യങ്ങളെ യുക്തി കൊണ്ട് നേരിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ആദ്യമായി പറയുന്നത്, ഞാൻ സംസാരിക്കുന്നത് യുക്തിവാദികളോടല്ല. എന്റെ ഈ സംസാരം ഇനി ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും, ഭാവിയിൽ ഇതിന്റെ CD-യിലൂടെ ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും, ഞാനിതിന്റെ യുക്തിയല്ല പറയുന്നത്, ഞാൻ പറയുന്നത് സത്യവിശ്വാസികളോടാണ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെങ്കിൽ ഇത് കേൾക്കുന്നവനും മുഅ്മിനാണ്. ആരാണ് മുഅ്മിനെന്നറിയാമല്ലോ? അല്ലദീന
യുഅ്മിനൂന ബിൽ ഗൈബ്. അല്ലാഹുവേ ഞങ്ങൾ കാണണമെന്നില്ല റബ്ബേ, അല്ലാഹുവേ ഞങ്ങൾ കേൾക്കണമെന്നില്ല റബ്ബേ, അല്ലാഹുവേ അതിന്റെ ചൂടോ തണുപ്പോ ഞങ്ങൾ അറിയണമെന്നില്ല. നീ ഞങ്ങളോട് പറഞ്ഞാൽ സമിഅനാ വ അത്അനാ, അല്ലാഹുവേ ഞങ്ങളത് സ്വീകരിച്ചു റബ്ബേ, ഞങ്ങൾ നിനക്ക് വേണ്ടി വഴിപ്പെട്ടു റബ്ബേ. അങ്ങനെ കരുതുന്നവരോടാണ്, അങ്ങനെ വിചാരിക്കുന്നവരോടാണ് നമ്മൾ പറയുന്നത്.